മാതാ പിതാ ഗുരു ദൈവം എന്ന് ആരെഴുതി? ആരെക്കുറിച്ച് എഴുതി? ഈ ശ്യാമള എന്ന എന്നെ പറ്റിയും എന്റെ കെട്ടിയോ രാജേട്ടനെ പറ്റിയും എഴുതിയത്. കാരണം എന്താണെന്നറിയാമോ? അതുപോലെ തങ്കക്കുടം പോലൊരു മോനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അവനെ പഠിപ്പിച്ചു, അവനെ വളർത്തി, ജോലി കിട്ടിയപ്പോ കുഞ്ഞ് ഞങ്ങളോട് എന്തോ പറയുന്നറിയാവോ? അച്ഛാ, അമ്മേ, ഇനി നിങ്ങൾ ജോലിക്കൊന്നും പോവണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാവെന്ന്. എന്റെ കുഞ്ഞ് പറയും, ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ചെലവെല്ലാം നോക്കുന്നത് എന്റെ മോനാ. അപ്പൊ പിന്നെ അങ്ങനല്ല പറയേണ്ടത്, മാതാ പിതാ ഗുരു മകൻ, അങ്ങനെ പറയുന്നതാണ് നല്ലത്. അടുത്ത മാസം 28-ാം തീയതി എന്റെ മോന്റെ കല്യാണം, എല്ലാരും വരണേ. അങ്ങനല്ല 28-ാം തീയതി എന്റെ മോന്റെ കല്യാണം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ പോലെ തന്നെ തങ്കം പിടിച്ചൊരു കൊച്ചായിരിക്കണേ. ആണെന്നാ തോന്നുന്നത്. കാരണം മോതിരമാറ്റത്തിന്റെ അന്നേ മമ്മി 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാരി തുമ്പി നടക്കുമായിരുന്നു കൊച്ചെ. എന്റെ സേഫ്റ്റി പിൻ ഉണ്ടായിരുന്നേ അന്ന് തന്നെ ഞാൻ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നേനെ. പിന്നെ ചടങ്ങാവുമ്പോ അത് അതിന്റെ മുറയ്ക്ക് നടക്കണമല്ലോ. 2 മാസം കഴിഞ്ഞാൽ ചെറുക്കൻ അങ്ങ് ഗൾഫിൽ പോകും. എന്തായാലും പിന്നെ അവൾ എന്റെ അങ്ങനെ അതെല്ലാം നടന്നിട്ട് എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞു പിടിപ്പിച്ചു അപ്പുറത്ത് താമസിക്കുന്ന മോഹനൻ. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ അലാറം വെച്ചോണെന്ന് അവനോട് ചോദിക്കാൻ പോയേക്കോ. എന്റെ രാജേട്ടന്റെ വിരൽ തുമ്പിൽ ഇല്ല അപ്പുറത്തെ മോഹനൻ. പറയണ്ടെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം ചോദിച്ചോനെ. എനിക്ക് അവനത് കീറണം. എന്നെ വിടുതി, എന്നെ വിടുതി, എന്നെ വിടുതി. എന്നെ വിടാൻ പറഞ്ഞു ഉടനെ അങ്ങ് വിടുവാണോ? പിന്നെ പിടിച്ചു വെക്കണമായിരുന്നു. എനിക്ക് അവനോട് ചോദിക്കണം, എനിക്ക് അവനോട് ചോദിക്കണം. എനിക്ക് കളിച്ചു വരുമായിരിക്കും. എന്തോ വന്നിട്ട് ഒലിച്ചു വരുവാന്നല്ലോ മൂക്കിന്ന് ചോര. അത് അറിയാതെ മോഹന്റെ കൈ വന്നു കൊണ്ടാടി. കുഞ്ഞിനെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോ ചോദിക്കട്ടെ ആടി അവനോട്. അതെന്തോ അതങ്ങ് വിട്ടുകൂടായിരുന്നു. അത് അടി മേടിച്ച് കൂട്ടിയല്ല, അലാറം വെച്ച് അടി മേടിക്കാൻ പോയതാന്നോ നിങ്ങള്? എടി, ഞാൻ അവിടെ മാനം മര്യാദയായിട്ട് ചോദിക്കാൻ ചെന്നതാ. എന്റെ കുഞ്ഞിനെ പറ്റി ഞങ്ങളെ അന്വേഷിച്ച് ഞങ്ങളെ നോക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോ ചോദിക്കട്ടായോ? ഞാൻ ചെന്ന് മാനം മര്യാദയായിട്ട് ചോദിക്കാൻ ചെന്നു. മോനോ 3 ദിവസം പറഞ്ഞോളാം ചോദിച്ചല്ലേ കുഞ്ഞിനെ പറ്റി. ഇവരുടനെ എന്നെ പിടിച്ചിട്ട് തേക്കാത്ത ഭിത്തിയെ പിടിച്ചോട് ഒറ്റ വരെ എന്റെ പുറം 4 ലൈൻ ബുക്ക് പോലെ. അയ്യോ, മോൻ വളരെ നല്ല കൊടുക്കായിരുന്നു. 4 ലൈൻ ബുക്ക് അതിന്റെ വര പോലായി എന്റെ പുറം. ഞാൻ പറഞ്ഞോടാ, എന്നെ ഇടിച്ചാൽ നീ തിരിച്ച് ഇടി വായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്റെ കുത്തിന് പിടിച്ച് കറക്കി ഭിത്തിയെ ചേർത്തങ്ങ് നിർത്തി. എന്നെ ഇരിക്കാനുള്ള പ്ലാൻ എനിക്ക് മനസ്സിലായി. അവൻ കൈ അങ്ങ് ചുരുട്ടി. അവന്റെയോ? പിന്നെ എന്നെ ഇരിക്കാൻ വേണ്ടി അവന്റെ കൈ ഞാൻ ചുരുട്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ കൈ അവൻ ചുരുട്ടി. അപ്പൊ അവൻ എനിക്ക് അന്നേരം അറിയാം ഇവൻ എന്റെ മുഖത്ത് നോക്കി ഇരിക്കാനുള്ള പരിപാടിയാന്നല്ലേ. പിന്നെ ആരോടാ കളിച്ചത്? ഞാൻ ഇരിക്കാൻ വരുവേ ഞാൻ സൈലോട്ടങ്ങ് മാറി. ഇവന്റെ കൈ ചെന്ന് ആ ഭിത്തിയെ ചെന്നൊരൊറ്റ ഇടിയ. എന്നിട്ട് ഞാൻ ഇവനെ പിടിച്ച് കറക്കി നേരെ ഭിത്തിയിലോട്ടൊക്കെ ചേർത്ത് നിർത്തി. നിങ്ങള് ഇരിക്കാൻ വേണ്ടി എന്നിട്ട് നോക്കി ഒരൊറ്റ ഇടി അവന്റെ മുഖത്തേക്ക് ഇട്ടത്. കൊണ്ടില്ല, ഞാൻ പിടിച്ച എനിക്കറിയാം ഇവര് ഒഴിഞ്ഞു മാറുമെന്ന്. ഞാൻ അതിന് ആദ്യം മതിലിട്ടോട് ഒറ്റ ഇടിയാൻ കിട്ടിച്ചങ്ങ്. എന്റെ പൊന്റെ കൊച്ചെ, നിന്റെ പേരെന്തായിരുന്നു? സ്വന്തം ഭാര്യ എന്തായിരുന്നു? ശ്യാമള. ഇപ്പഴങ്ങാൻ കിട്ട പേര്, അതുകൊണ്ട് എന്റെ പൊന്നു കൊച്ച ആ ഇടി പിറ്റേക്ക് നിന്ന് കൊണ്ടതുകൊണ്ടല്ലോ. ഇടുക്കി ഡാമിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് കയറ്റി വിടുന്ന പോലെ ഇതിലെ കയറി ഒരു വരവാ കറണ്ട്. 1,26,000 മുടി എനിക്കും 56,000 മുടി അവനും. ഈ പവർ കാരണം എന്റെ മുടി അന്ന് വയർവാഷ് പോലെ ഞാൻ ഇങ്ങനെ എന്നെ എടുക്കുമായിരുന്നു. അവന് ഭയങ്കര മുടി കുറവാ. എന്നിട്ട് അവൻ എന്നെ എവിടെ ചവിട്ടി. നീ ഒരു കാര്യം ചെയ്യണം, ഇത്രയും ദ്രോഹം ചെയ്താൽ മോഹനോട് പറയണം നമുക്ക് 550 രൂപ തരണമെന്ന് പറയണം. ആര് പറഞ്ഞില്ല? അവൻ പുതിയ ചെരുപ്പും പുതിയ നിക്കറും വാങ്ങിച്ചു. ആ നിലത്ത് കിടന്നപ്പോ ഞാൻ അങ്ങോട്ട് എന്നെ ചവിട്ടിപ്പോ ഞാൻ അങ്ങോട്ടാ അവനെ തിരിച്ചു കൊടുക്കാൻ. അന്നേരം ഞാൻ എന്നെ ചവിട്ടാൻ വന്നപ്പോ ഞാൻ നോക്കിപ്പോട്ടല്ലോ അവന്റെ കാലിലെ തള്ള പറഞ്ഞ ദാഹം വണ്ടിയുടെ ഡിക്കി പൊക്കി വെച്ചേക്കുന്ന പോലെ അതെല്ലാം കണ്ടോണ്ടിരുന്നോ? മനുഷ്യൻ ആശുപത്രി പോവാനും മുഖിന്റെ ചോര വരുന്നു. ആശുപത്രി ചെന്ന് കേസാവും. ഡോക്ടറേക്ക് ആരടിക്കാൻ ചോദിച്ചാൽ മോഹൻ അടിച്ചാന്ന് പറഞ്ഞാൽ നാണക്കേട്. അതുകൊണ്ട് ഇപ്പൊ ആശുപത്രി നിന്ന് കയറാൻ പറ്റിയ പകരുന്ന അസുഖമൊക്കെ ഉണ്ട്. ശശികല എന്നൊക്കെ പറയുന്നത് ശിഖലയാണോ ഇസബല്ലയാണോ അസുഖങ്ങളും കാര്യങ്ങളുണ്ട്. അതുപോലെ എടി നീ പറഞ്ഞ കാര്യം ഞാൻ അപ്പടി അനുസരിക്കും. നീ ഒന്ന് മൂടിയാൽ ഞാൻ ഇവിടെ നിൽക്കും, നീ ഒന്ന് മുക്കിയാൽ ഞാൻ ഇവിടെ നോടും. അങ്ങനെയുള്ള ആളാ. അവനെന്നെ അടിച്ചപ്പോ അവള് പറഞ്ഞപ്പോ അനുസരിക്കണമായിരുന്നു. ശാന്ത അനുസരിക്കത്തില്ല. അവളോട് അവന് ആവുന്ന പറഞ്ഞു, അണ്ണാ അങ്ങനെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, നാവുന്ന പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, ഇട്ട് ചവിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ചെറുക്കൻ കാരണോ? നമ്മുടെ ചെറുക്കൻ അടുത്ത മാസം 28-ാം തീയതി കല്യാണം നടക്കുന്ന അവനെ എന്തിനാ തോന്നിയ ദിവസം കാണിക്കാൻ പോയി.
എന്തിന് എറണാകുളത്ത് പോയാ തോന്നിയ ദിവസം കാണിച്ചു? അതുകൊണ്ടല്ലേ അവർ പറഞ്ഞു പിടിപ്പിച്ചത്. എനിക്ക് സൈക്കോടി രാജേട്ടൻ നിർത്ത, രാജേട്ടൻ നിർത്തിക്കേ. അടുപ്പിച്ച് വെക്ക്. എന്തോ അതാകുമ്പോ മൂക്കിനകത്ത് കാറ്റ് കൊണ്ട് ഉണങ്ങും. രാജേട്ടൻ പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. മോഹനം പറയുന്നതിലും ഉണ്ട് കാര്യം. എന്തുകൊണ്ട്? നമ്മുടെ മോൻ പോയെന്നുള്ള സത്യം. പോയെന്നുള്ള സത്യം ഇവര് ഫാമിലി ടൂർ പോയപ്പോ കണ്ടെന്ന്. എന്റെ മുന്നേ ഇനി 28-ാം തീയതി എങ്ങനെ കല്യാണം നടക്കും? പെണ്ണിന്റെ വീട്ടുകാരറിഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം ഇതങ്ങ് ആരോടും പറയാതെ അവൻ നമുക്ക് ചെലവിന് ഇരുന്നാ കാര്യം ശരിയാ. ഞാൻ ചോദിക്കും അവനോട് പറഞ്ഞു ചോദിക്കും. ചോദിക്കരുത്. ഞാൻ ചോദിക്കൂടി. ചോദിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ചോദിക്കും അവൻ ഇറങ്ങി വരട്ടെ. ചോദിക്കാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു. ഇതെന്താ പനിനീർ ചാമ്പങ്ങ പോലെ മൂക്കിരിക്കുന്നത്? അറിയാതെ സംഭവം. അറിയാതെ എന്താ സംഭവം? എന്താ ഹാപ്പി ഫാദേഴ്സ് ഡേ ആയിട്ട് എന്തോ അച്ഛന് കൊടുക്കുന്നത്? ഇന്ന് അച്ഛൻ എന്ത് ചോദിച്ചാലും കിട്ടും. അച്ഛൻ ചോദിക്കാതെയും കിട്ടി കുറെ. എന്താ കാര്യം? എന്താ കാര്യമൊന്നുമില്ല. എന്താ കാര്യം? എന്താ രാവിലെ അപ്പുറത്തെ മോഹനായിട്ട് എന്ന് ചോദിക്കുക അവന്റെ മേടിച്ച് കിട്ടിയതാ. മോഹൻ തല്ലിയോ അച്ഛനെ? മോഹനം തല്ലിയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ മോഹൻ തല്ലിയോ? മോഹനം തല്ലിയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ മോഹൻ ചോദിക്കാൻ പോകുന്നല്ല. ആ കഥ കുറ്റിയിട്ട് അല്ലെങ്കിൽ അവൻ എന്നെ വന്നതല്ലോ. അല്ലെങ്കിൽ തന്നെ കുറ്റിയിട്ടേക്കുക. അല്ലെങ്കിൽ തന്നെ ഈ മോഹനോടൊക്കെ പോയി വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം അവന് വെളിവില്ല. ഞാൻ അവനോട് എത്ര തവണ പറഞ്ഞറിയാം, വേടാ മിന്നാമിനിങ്ങിന്റെ മൂട്ടിലുള്ള LED ലൈറ്റ് അല്ലെന്ന്. എന്നിട്ട് അവൻ എന്നെ പറഞ്ഞു തോപ്പിക്കാൻ വേണ്ടി മിന്നാമിനെയും പിടിച്ച് ഇലക്ട്രീഷ്യൻ എടുത്ത് പോയവൻ അവൻ. അപ്പൊ അവൻ ആരാ മുതല്? അങ്ങനെയുള്ള അവന്റെ അടുത്ത് പോയി ചോദിക്കേണ്ട വലിയ കാര്യമുണ്ട്? എനിക്കതല്ല. ഇവൻ കള്ളു കുടിച്ചെടുക്കണവനാ ഈ മോഹൻ എന്ന് പറയണവൻ. നാട്ടിലെ ഏറ്റവും വലിയ കൂടിയനാ മോഹൻ. ഇവൻ കള്ളു കുടിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ കയറി ചെല്ലണമെങ്കിൽ അവൻ പ്ലെയറിന് അച്ഛനെ നഗരി വലിച്ചു ഊരിയിട്ട് അതിനകത്ത് ഇച്ചിരി പെട്രോൾ ഇട്ട് അച്ഛനിട്ട് കത്തിച്ചായിരുന്നെങ്കിലോ? ഇനി അതും വേണ്ട. ഒരു ബീർ കുപ്പി എടുത്ത് കല്ലിലിട്ട് പൊട്ടിച്ച് അതിങ്ങനെ കൂർപ്പിച്ച് അച്ഛന്റെ പള്ളക്കങ്ങ് കയറ്റിയായിരുന്നെങ്കിലോ? പിന്നെ അതും പൊട്ടെന്ന് വിചാരിക്കാം. ഒരു കോടാലി എടുത്ത് അച്ഛനെ അങ്ങ് വെട്ടി പൊളന്നായിരുന്നു. അല്ല, മോഹനം ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വേണം. അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഇവരുടെ എല്ലാ ചെലവും ഇവരുടെ എല്ലാ ചെലവും ഞാൻ ബാക്കിയുള്ള മക്കളെ പോലെയല്ല. എനിക്ക് ജോലി കിട്ടിയപ്പോ ഞാൻ പറഞ്ഞ എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് പൊന്നു പോലെ ഞാൻ ഇവരെ നോക്കുന്നു. പൊന്നു പോലെ ഞാൻ ഇവര് നോക്കുന്നത്. എന്നാ പിന്നെ ഇവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നാൽ പോലെ. ഈ നാട്ടുകാരോട് പോയി വഴക്കുണ്ടാക്കേണ്ട വലിയ കാര്യമുണ്ടോ? ഇവിടെ ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അമ്മ പറ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോനെ, നാളെയും കൂടി ഉള്ളു ഈ വീട്ടിൽ പഞ്ചസാര. അങ്ങനെ പഞ്ചസാര രാവിലെ ഒളിച്ചോടി പോവോ? അതല്ല, പിന്നെ പഞ്ചാര തീർന്നു എന്ന് പറയുമായിരുന്നു. പഞ്ചാര തീർന്നു ഇങ്ങനെയല്ല അച്ഛാ. മിനിങ്ങാന്നല്ലേ 3.5 കിലോ പഞ്ചസാര ഇവിടെ 2 കിലോ അല്ലേ? 2 കിലോ പഞ്ചസാര മേടിച്ചോണ്ട് വന്നത്. അയ്യോ 2 കിലോ ഒന്നും ഇല്ലായിരുന്നു മക്കൾ. അങ്ങനെ പറയരുത്. അമ്മച്ചിയോട് അങ്ങനെ കള്ളം പറയും. 2 കിലോ കൂടി വന്ന ഒരു 1.25 കിലോ പഞ്ചാര കാണുവാ. ഞാനല്ലേ പൈസ കൊടുത്ത അച്ഛനോട് 2 കിലോ പഞ്ചസാര മേടിക്കാൻ. സംഭവം പറ്റി പ്ലാസ്റ്റിക് നിർത്തിയില്ല അവനെ. അതുകൊണ്ട് പ്ലാസ്റ്റിക് നിർത്തി ഇപ്പൊ പഞ്ചസാര വാങ്ങിയപ്പോ പേപ്പർ കുമ്പിളിനകത്താ തന്നത്. എന്നിട്ട് വരുന്ന വരിക്കാൻ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഒരു കിഴുത്ത് കഴിച്ചോ ഒന്ന് എന്താ പ്രായമുണ്ട് മനുഷ്യൻ നിങ്ങൾക്ക്? എന്തോ പ്രായമുണ്ട് നിങ്ങൾക്ക്? എന്റെ പ്രായം പറഞ്ഞാൽ നീ എന്നെ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന്റെ അന്ന് ഞാൻ നിങ്ങളെ കളയണമായിരുന്നു. എന്റെ പൊന്നു മോനെ താലികെട്ട് കഴിഞ്ഞ് തിരുമേനി പറഞ്ഞ് ഇങ്ങനെ തിരുനെറ്റി ചന്ദനം തൊട്ട് കൊടുക്കാൻ. ഞാൻ ചന്ദനം തൊട്ടപ്പോഴത്തേക്ക് ഓൾറെഡി ആൾ കുറിയിട്ട് വെച്ചേക്കുന്നത്. അത് എന്തുവാന്നാ എന്നോട് പറഞ്ഞത്? ഭസ്മം അല്ല, ഡൈയുടെ ഇടയിൽ കൂടെ നര കയറുമായിരുന്നു. അങ്ങനെ എന്നെ പറ്റിച്ച് കെട്ടിയതാ മോനെ. അല്ല, നരയുടെ കാര്യമാണ്. അങ്ങനെ മാറിക്കേ. അച്ഛൻ തിന്നു പോട്ടെ. എന്നാലും 1 കിലോ പഞ്ചസാര ഇല്ല. 1 കിലോ പഞ്ചസാര പിരിവാര് വന്നപ്പോ ഞാൻ അവർക്ക് ചായ ഇട്ടു. നമുക്ക് അറിയാവുന്ന ആൾക്കാരില്ലേ? അന്നേരം നമ്മൾ ആദിത്യ മര്യാദ കാണിക്കണ്ടായോ? അങ്ങനെ ഞാൻ പൈസ 12 മണിക്ക് പിരിവുകാർ ഇവിടെ വന്നപ്പോ നെഞ്ചരിയാൻ വേണ്ടി കടുകാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന ഞാൻ ഊണുണ്ടാക്കി കൊടുക്കണമായിരുന്നു. എവിടുന്നൊക്കെ പൈസ കൊണ്ടുവരുന്നറിയാം. ഞാൻ കണ്ട തെറിയൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ കാശും കൊണ്ടുവരുന്നത്. അത് ദൂർത്തടിക്കാൻ വേണ്ടി. അല്ല, അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട അച്ഛൻ പറയണ്ട. കറണ്ട് ബില്ല് അടച്ചായിരുന്നു അച്ഛാ? അതെന്തായിരുന്നു കറണ്ട് ബില്ലിന്റെ പൈസ? എന്തായിരുന്നു അതങ്ങ് മുക്കിയോ? ഇപ്പൊ ഇത്ര നിങ്ങൾ എന്റെ അടുത്ത് നടന്ന് തടച്ചായിരുന്നല്ലോ. ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്തപ്പോ നിങ്ങൾ ഇപ്പൊ ഇത്ര കറണ്ട് ബില്ലിന്റെ കുഞ്ഞ് എന്റെ പൊന്നു മോൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസ അവൻ ഉറക്കമുളച്ച് കാണുന്നവരൊക്കെ കയ്യിൽ നിന്ന് അടുക്കം കിട്ടി. ഇല്ല അങ്ങനെ പോകുമ്പോ സംസാരിക്കില്ല. ഞാൻ പറയും ഞാനത് സൈക്കിളിനകത്ത് ജീരകം മുട്ടായി വാങ്ങിച്ചായിരുന്നു. എന്തോ ഈ പറയുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാൻ? കുഞ്ഞു കഷ്ടപ്പെട്ട വേണ്ട, അത് കഷ്ടപ്പാടിന്റെ വില മനസ്സിലാകാത്തോണ്ടാ. അമ്മ ചിട്ടിയുടെ പൈസ അടച്ചായിരുന്നു.
ചിട്ടിയുടെ പൈസ അടച്ചില്ല, അത് അടയ്ക്കാൻ വെച്ചേക്കുമായിരുന്നു മോനെ. അന്നേരം ഒരു ചിട്ടിയുടെ പൈസ കിടക്കുന്നതാടി ചെറുക്കൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, ചിട്ടിയുടെ പൈസ എല്ലാവരും കൊടുക്കാതെ. ചിട്ടിയുടെ പൈസ അടച്ചിട്ടില്ല. ഓണത്തിന് പിടിച്ചിട്ട് നമുക്ക് തിന്നാനുള്ള പൈസ ആയിരുന്നു. ഇനി തന്നെ കളഞ്ഞ ഈ അമ്മയ്ക്കുള്ളത് ഈ ദൂരത്ത് പരിപാടി. കാശ് കൊണ്ടുവരണേ. അച്ഛ വാടക കൊടുത്തായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ തന്ന പൈസ ആരുടെ അടുത്തും കൊടുത്തിട്ടില്ല. രണ്ടുപേരും എന്ത് ചെയ്യാനാന്ന് പറ. ഞാൻ ഒരാൾ വേണ്ട ഈ കാര്യങ്ങൾ നോക്കാൻ. ഇവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കി നിന്ന് ഇവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കിയാണെന്ന് ജീവിച്ചാൽ പോലെ. ഇവർ ഈ പൈസ ദൂർത്തടിക്കേണ്ട വല്ല ആരോട് പറയാം, വല്ല കാര്യമുള്ള കാര്യമാണ്. പഞ്ചസാര മേടിക്കാം. പഞ്ചസാര വെളുത്തുള്ളി ഇല്ല മോനെ. വെളുത്തുള്ളി അല്ലേ കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിക്കാൻ പോയപ്പോ? അന്ന് ഭയങ്കര വിലയായിരുന്നു, അന്ന് മേടിച്ചില്ലെന്ന്. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ വെളുത്തുള്ളി മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇപ്പൊ കുറവട്ടോ. വില കുറഞ്ഞെന്നാ പറഞ്ഞ കേട്ടോ. പിന്നെ തക്കാളിക്കാ കൂടുതൽ. തക്കാളിക്ക് കൂടുതലാണെങ്കിൽ ഐസ് കൊടുക്കേ ഇങ്ങോട്ട് രണ്ടും കൂടെ കൊടുക്കും. പൈസ അങ്ങോട്ട് തരുമ്പോ എന്തൊക്കെ വാങ്ങിക്കുന്നുള്ള പൈസ അങ്ങോട്ട് കൊടുക്കും. കുഞ്ഞെ കറണ്ട് ബില്ല് അടയ്ക്ക. ഒരു കാര്യമില്ലാതെ കുറച്ച് പൈസ എന്നെ എന്തോ എന്താ മോനെ, എന്താടാ? എന്താ പറയാനാ, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കാന്നല്ലാതെ ഓഫീസിൽ നിന്ന് എത്ര പേര് വരും നോക്കും. എന്തായാലും കല്യാണം പെണ്ണിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ ഇപ്പൊ തോന്നിയ മാസം കാണിച്ചില്ല. ചോദിക്കട്ടായിരുന്നു. നീ ചോദിക്കണേ അമ്മേ. ഓ എന്താ മോനെ? അയ്യോ എന്തോ എന്താ എന്താ അല്ല, മോൻ വിളിക്കുമ്പോ ഞങ്ങൾ അയ്യോ എന്നൊക്കെ പറഞ്ഞു പോവില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചു. ഇവിടെ ഒരു ആഘോഷം നടക്കുന്ന ഒരു വീടാണ്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ എന്നെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുക. അകത്തക്കണം പോയിരിക്കും ചെറുക്കൻ പറയുന്നത് കേട്ടോ. തറ വൃത്തികേടായി കിടക്കുക. ചോറ് കിടക്കണം. ഇത് ആരെങ്കിലും വന്ന് കണ്ട എന്ത് പറയും? നമ്മുടെ വീട്ടിൽ ഒത്തിരി ചോറുണ്ടെന്ന് വിചാരിക്കും. ഞാനേ ആ ടൗൺ ഹാളിൽ പോയിട്ട് ഇത് ബാക്കി പരിപാടികളൊക്കെ ഞാൻ നോക്കിയിട്ട് വരാം. മറ്റേ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. രണ്ടുപേരും ഇവിടെ തന്നെ കാണണം കേട്ടോ. ഓ എന്തായാലും പോവാ ഓഡിറ്റോറിയത്തിൽ. എന്തായാലും പോവാ ഓഡിറ്റോറിയം. നിങ്ങൾ മിണ്ടരുന്നാ പറഞ്ഞത്. ചെറുക്കൻ വന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരുന്ന മുഖത്ത് ഇങ്ങനെ അങ്ങായി പോയത്. നീ വേറെ വല്ല ചെറുക്കൻ വന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ നീ എന്ത് വെറുതെ വിടുവായിരുന്നു? നിന്റെ മുഖത്ത് നോക്കി വേറെ ആരും നിന്റെ മുഖത്ത് നോക്കി ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടോടി? എന്റെ കുഞ്ഞു പറയുമ്പോൾ എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? ഇനി ഈ തോന്നിയ ദിവസം കാണിച്ച കാര്യം നീ എന്നോട് ചോദിക്കണ്ടായിരുന്നു. ഞാനാണോ ചോദിക്കേണ്ടത്? ഞാൻ അവന്റെ അമ്മയല്ലയോ? നിങ്ങളാ ചോദിക്കേണ്ടത്. പറഞ്ഞു വന്നാൽ ഞാൻ അവന്റെ അച്ഛനല്ലയോ? ആണോ പറഞ്ഞത്? നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ചാൽ അങ്ങനല്ല. ഒരു ആൺചെറുക്കനല്ലേ ഞാൻ? എങ്ങനെ എനിക്കറിയത്തില്ല. പെണ്ണിന്റെ വീട്ടുകാരെ ഇറങ്ങി കല്യാണം പടക്കം ആർക്കുണ്ടെങ്കിൽ സദ്യ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സദ്യ ആർക്ക് കേട്ടാണ്? 800 പേരുടെ സദ്യ വൈകുന്നേരം വേണം. 2 കൂട്ടം പായസം, 2 കൂട്ടെങ്കിലും മിനിമം വേണം. ഇവിടുത്തെ ആദ്യത്തെ കല്യാണമാണ്. അപ്പൊ 2 കൂട്ടെങ്കിലും വേണം. 2 കൂട്ടം പായസെങ്കിലും വേണം. പൈസാങ്കാരത്തോര. ശരി 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 ശരി. റിസപ്ഷൻ വൈകുന്നേരം ഉണ്ട്. ചെറുക്കൻ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു? നീ അങ്ങനെ വിചാരിച്ചായിരുന്നു? റിസപ്ഷന്റെ കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും മിനിമം 400 പേരെങ്കിലും ഉണ്ടാവും. റിസപ്ഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ഈ കരളും തൃക്കൊക്കെ കാണാൻ പോകുന്നു. അത് എക്സിബിഷൻ. അപ്പൊ 400 പേരുണ്ടാവും. ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് തിന്നാല്ല, ഇവിടെ വന്നവർക്ക് തിന്നാന. ശരി 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 ശരി. ചിക്കൻ ബിരിയാണി എത്ര പേർക്ക്? 400 പേർക്ക്. അങ്ങനെയാണ് ഒരു 10-20 ദിവസത്തെ ഉള്ളത്. നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റി നമുക്ക് തിന്നാനാണോ പിന്നെ ഇതൊക്കെ മേടിച്ചോണ്ട് വെക്കുന്നത്? പിന്നെ നാട്ടുകാർക്ക് കൊടുക്കാനോ? കൊടുക്കരുത്. വെറുതെ കൊടുത്താൽ വിറക് പോലെ വരുത്തുന്ന ടീമുകളാണ് നിങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും. ചിക്കൻ ബിരിയാണി വേണ്ട. ചിക്കൻ ബിരിയാണി നമ്മുടെ കാഞ്ഞിരമറ്റത്തെ പിന്നെ നാരായണമാനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചു കുഞ്ഞു പറഞ്ഞു വിളിക്കണമെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, പുള്ളിക്ക് പല്ല് പോലും ഇല്ല. പുള്ളി ഇറച്ചി തീർക്കും വേണ്ട, പല്ല് പോലും ഇല്ല. അയ്യത് മനഃപൂർവ്വം എടുത്ത് കളഞ്ഞതാ പല്ല്. എല്ലും കപ്പയും തിന്നപ്പോ പല്ലിനിടക്കരുന്ന് പറഞ്ഞിട്ട് പുള്ളി മനഃപൂർവ്വം അത് എടുത്ത് കളഞ്ഞതാ. പുള്ളി വിളിച്ചിട്ടുണ്ട് കല്യാണം. പുള്ളി വിളിക്കല്ലേ. അമ്പിളിയുടെ കൊച്ചിന് 28 കഴിഞ്ഞ് വന്നപ്പോ ബീഫ് ഫ്രൈയും പൊറോട്ടയായിരുന്നു. ഈ പുള്ളി ഒരു ബീഫ് ഫ്രൈ എടുത്ത് വായിലിട്ട് കറക്കി കുറച്ച് കഴിഞ്ഞപ്പോ മുത്തു പോലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുള്ളിയെ വിളിക്കരുത്. മൊത്തം അറിഞ്ഞ് തീർക്കും പുള്ളി. അത് നമ്മൾ എന്തിനാ അതൊക്കെ അവര് കഴിച്ചിട്ട് പോട്ടെ. പിന്നെ എനിക്കതല്ല, ഇത് എങ്ങനെ ടാലിയാക്കും എന്നുള്ളതാ. ഒരു ഇലക്ക് 150 രൂപ. ഇത് എങ്ങനെ നമ്മൾ ലാഭം ഉണ്ടാക്കും? കുഴപ്പമില്ല, ലാഭമുണ്ട്. ഈ വരുന്നവരുടെ ഇല അടക്കം തിന്നാൻ പറ. 150 രൂപ കൊടുത്ത് ഇല വാങ്ങിക്കുന്നതിന്റെ കളയണ്ടല്ലോ. അതാ 150 രൂപ ഇലക്കല്ലെന്ന്. അതിനകത്ത് വെക്കുന്ന കറിക്കും ചോറിനും എല്ലാം കൂടെ 150 രൂപ. അങ്ങനെ ഇല എണ്ണിയും തല എണ്ണിയും അങ്ങനെയാ കൊടുക്കണത്. അത് മനസ്സിലാക്കാൻ പഠിക്കണം. എനിക്കതല്ലേ, നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അവര് വന്ന് കയറുമ്പോഴേക്കും നമ്മൾ വേണം അവരെ നോക്കാൻ. അമ്മ അവരെ വന്ന് കയറുമ്പോൾ അവർ ഇച്ചിരി ഭക്ഷണം കൂടുതൽ എടുത്താലും വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ എല്ലാ കാര്യം നന്നായിട്ട് തന്നെ. ആരോട് പറയാനാ? പിന്നെ നമ്മുടെ ടൗൺ വരെ ഒന്ന് പോകണം.
അവിടെ നമ്മുടെ സിറ്റി സിൽക്സിലെ എന്താ തലവേനുണ്ടോ? എന്നതിന് സെട്രിസിൻ വാങ്ങിക്കണം. സിട്രസിൻ മേടിക്കണം നല്ല പറയുന്നത്. സിറ്റി സിൽക്സ് വരെ ഒന്ന് പോണെന്ന്. മന്ത്രകോടിയുടെ പരിപാടിയൊക്കെ ഞാൻ അവിടെ ഏൽപ്പിച്ചേക്കണത്. അച്ഛൻ പോയി ഒന്ന് നോക്കണം. നീ പോടി. അതുവാ അല്ല അവിടുത്തെ ആ ടൈലിൽ എന്നെ താഴോട്ട് കാണുമ്പോഴേ വീട്ടിലെ രാജാവ് പോലെ ഇരിക്കും, നാണം കടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പിടിച്ചു പറയും കേട്ടോ. നിങ്ങൾ തന്നെ പോണം. എപ്പോ പോണം? വൈകുന്നേരം 4 മണിയാകുമ്പോ പോണം. ഇപ്പൊ വെയിലൊക്കെ ഇല്ലേ ഇപ്പം പോന്നേന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിച്ചിട്ട് അവിടെ ചൊറിഞ്ഞ പൈസ കിട്ടത്തില്ല, ഞാൻ തരാം. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. നോക്കേ നോക്കി ഇനി ആരെയൊക്കെ വിളിക്കാനുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അമ്മേ, എന്താ? അല്ല ഒന്നുമില്ല, അത് നമ്മളെ ചെറുക്കനോട് ചോദിക്കാൻ എന്താന്നാ ചോദിച്ചത്? ചെറുക്കനോട് ചോദിക്കാൻ എന്താ? എനിക്ക് സ്വന്തം മോന്റെ മുഖത്ത് നോക്കി പോക്കൃതം കാണിച്ച് ചോദിക്കാൻ പറ്റുമോ? തുറന്ന് കുറെ നേരമായിട്ട് കാര്യം പറയാതെ ഇങ്ങനെ കിടന്ന് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചാൽ എന്താന്നാ ചോദിച്ചത്? ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ് നീ അറിയത്ത് പോലും ഇല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് എന്റെ അച്ഛനും അമ്മ ഇതുപോലെ അല്ലല് വരച്ചില്ലാതെ ഞാൻ നോക്കിയത്. അവരൊരു കാലത്ത് അവർ നെഞ്ചുരുകിട്ടില്ല, പക്ഷെ അവർ ഒരു സമയത്ത് മാത്രമേ അവരെ നെഞ്ചുരുകിട്ടുള്ളൂ. നിന്നെ കെട്ടിയ അന്ന് മാത്രം. അങ്ങനെ പറയരുത്. നിങ്ങളുടെ അച്ഛനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വലതുകാലം വെച്ച് കയറി മോളെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയുടെ വലതുകാലം വലിച്ചിട്ട് കയറിയോളാ ഇവള്. അത് ഞാൻ അനുഗ്രഹം മേടിച്ചതാ. പക്ഷെ നമ്മുടെ മകൻ നമുക്ക് ശമ്പളം നമുക്ക് തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു തരുന്ന. അച്ഛാ പണിക്ക് പോകണ്ട, അമ്മയെ പണിക്ക് പോലെ സുഖമായിട്ട് എല്ലാ കാര്യം ചെയ്തു. പക്ഷെ ഇവൻ എന്തിനാണ് എറണാകുളത്ത് പോയി മറ്റേ പരിപാടി കാണിച്ചത്? അമ്മ ആരാ എന്റെ മുറിക്കരുത്? ആരാ എന്റെ മുറിക്കരുത്? ഞാനായിരുന്നു കയറിയത്. അച്ഛൻ എപ്പോഴുള്ള ആവശ്യമില്ലാത്ത ചെലവ് ആവശ്യമില്ലാതെ എന്നെ മുറിക്കരുത്. കഴിഞ്ഞ ദിവസം തന്നെ ഫോണിൽ കൂടെ മറ്റേ ബെല്ലി ഡാൻസുകാരുടെ പാവാട ഓർഡർ ചെയ്ത് വരച്ചേക്കണം. അല്ല അത് ഞാൻ വീശുവല അഞ്ജലി ഓർഡർ ചെയ്ത്. ആ പെണ്ണ് ആ പാവാട കൊടുത്ത് നിൽക്കണോണ്ടപ്പോ നിങ്ങൾക്ക് വീശുവലയാന്ന് തോന്നിയോ? ഇതൊന്നുമല്ല, ആ പെണ്ണിനെ അടക്കം ഇവിടെ ഓർഡർ ചെയ്യുമെന്ന് വിചാരിച്ച് അല്ലേ? അല്ലെങ്കിൽ പിന്നെ അത് സ്പീഡ് പോസ്റ്റ് ചെയ്ത് ഇവിടെ വരത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ അടക്കം പറഞ്ഞ എന്തിനാണെന്നറിയാമോ? എന്റെ മര്യാദ. ഇപ്പൊ എന്റെ റൂമിൽ കയറിയിട്ട് എന്തോ മോനെ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങളെ അച്ഛൻ ചെയ്യത്തുള്ളൂ. മോനെ നാശക്കോളാലി വരുന്ന കാര്യങ്ങൾ അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്നോ? എന്റെ ഐപാഡിനകത്ത് വെച്ചിരുന്നു മറ്റേ കട്ടിംഗ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്ന് പാവയ്ക്ക് ഇറങ്ങിയ ടീം ചെയ്യുന്നുണ്ടോന്ന് പറഞ്ഞത്. ഇപ്പൊ അതാണ് പ്രശ്നം. ഞാൻ ആ മൗസിൽ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യേണ്ട സാധനം അച്ഛൻ എന്തിനാ മൗസ് എടുത്ത് അനക്കിയത്? എന്തിനാ ഒരു അമ്പില്ല അങ്ങോട്ട് ദേഷ്യം തെറ്റി പോന്നെ അത് കാണാൻ വേണ്ടി. എന്ത് ആരെങ്കിലും വന്നാ ചായ എടുക്കാൻ വേണ്ടി നിൽക്കണോ? ആ കമ്പ്യൂട്ടർ കാണുന്ന സാധനത്തിന്റെ പേരെ പറഞ്ഞു ആരോ അതെന്തിനെ പിടിച്ച് അനക്കിയത്? ഞാൻ ശരിയാക്കി തരാം. പക്ഷെ എന്ത് ശരിയാക്കാന്ന്? ഞാനിവിടെ മേടിച്ചോണ്ട് വന്നപ്പോ ഇലക്ട്രോണിക് എലിയാന്ന് പറഞ്ഞ് പൂച്ചക്ക് ഇട്ട് കൊടുക്കാൻ പോയ മനുഷ്യനാ അത് ശരിയാക്കാൻ വേണ്ടി പോണത്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ദിവസേ ഞാൻ കുളിമുറിയിൽ ഇങ്ങനെ കുളിച്ചോണ്ട് ഞാൻ ഇങ്ങനെ തോർത്തെടുക്കാൻ പറഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ നനക്കുക. ഞാൻ വിളിച്ചപ്പോഴേക്ക് ഒറ്റ ഓട്ടം. ഞാൻ അതുകൊണ്ട് ഓടിയതൊന്നുമല്ല. നീ തോർത്തെടുക്കാൻ മറന്നുപോയി, തുണിയില്ലാതെ വന്നപ്പോ ഞാൻ ഓടിയതാ പേടിച്ചിട്ട്. അതുകൊണ്ടാ ഓടിയത്. അതുകൊണ്ട് മാത്രമല്ലേ എന്തോ ഇങ്ങനെ ഒപ്പിക്കോ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ഈ വീട്ടിൽ നശിപ്പ് കാണിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എന്റെ കമ്പ്യൂട്ടറിലെ കീബോർഡ് ഒക്കെ പറിച്ചിട്ട് അമ്മയുടെ പേരെന്തിനാ മതിലേൽ ഒട്ടിച്ചു വെച്ചേക്കണത്? അത് കേടല്ലായിരുന്നു, ഓൾറെഡി അത് കേടായിരുന്നു. ഏത് കീബോർഡ് കേട? എ കഴിഞ്ഞ ബി ആവറേണ്ടത്, ഇത് എ കഴിഞ്ഞ് ഇസഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് കേടാണ്. ഞാൻ എടുത്താൽ വിറ്റി. തമാശയ്ക്ക് പോലും കമ്പ്യൂട്ടർ കാണാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നെ അർത്ഥം വെച്ചൊരു സംസാരം. അല്ല നീ കുറെ നേരമായിട്ട് അങ്ങനെ പറഞ്ഞു. നിന്റെ കയ്യിൽ ഒരു തെറ്റ് വന്നിട്ടില്ലല്ലോ. എന്ത് തെറ്റ് വന്നു? ഞാൻ ഈ സ്കിറ്റ് തുടങ്ങിയപ്പോ മുതൽ കണ്ടന്റ് നാട്ടുകാർക്ക് മനസ്സിലാകാതെ പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. കാര്യം എന്താ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്ക്. ഞാനൊരു പുരുഷനാ. അത് ഞാൻ പറഞ്ഞു അല്ലെന്ന്. അതല്ല പിന്നെ എന്റെ അമ്മ കൂടെ ഞാൻ ചോദിക്കാഞ്ഞത്. ഓ ഞാൻ രാവിലെ മോഹൻ ചെയ്യുന്ന തല്ലു വാങ്ങിച്ചു കിട്ടിയല്ലോ. അത് അഭിമാനമായിട്ട് എഴുതുവാണോ? അതല്ല. എന്താ കാര്യം എന്താ? അടുത്ത മാസം 28-ാം തീയതി നിന്റെ കല്യാണം അല്ലയോ? അതെ. നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? കല്യാണം ആണെന്നാണോ? അതല്ല. എങ്ങനെ പറയുന്ന നീ എറണാകുളത്ത് പോയിട്ട് ഏതോ യൂണിസെക്സ് ഇറങ്ങി പോന്നെ കണ്ടു. ഈ യൂണിസെക്സ് എന്ന് പറഞ്ഞാലേ ആണും പെണ്ണും ഒപ്പിച്ചു വെച്ചു. ഇനി ഇത് പറിച്ചു വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? ചെയ്യാൻ പറ്റുമെന്ന് പറ. വിവരയിലെന്ന് പറഞ്ഞ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആർക്കും അവിടെ വരാം. ബ്യൂട്ടി പാർലറിന്റെ പേരാ യൂണിസെക്സ്. ബ്യൂട്ടി പാർലർ ആണിനും വരാം പെണ്ണിനും വരാം. അമ്മയ്ക്കും പോവാൻ. ഇതായിരുന്ന സംഭവം. ഇതിനാന്നാ ഞാൻ പോയി കീറ് മാറ്റി കെട്ടിയത്. ആ മോഹന്റെ വിദ്യാഭ്യാസം ഇല്ലെന്നറിയാലോ. അച്ഛൻ ആദ്യം തന്നെ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? ആദ്യം തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഇതിനകത്ത് സെക്സ് കടന്നങ്ങോട്ടൊരു മടി.